നീലപ്പീലികൾ വീശിയോ എൻ്റെ ഓർമ്മയിൽ പൂത്തു നിന്നൊരു മഞ്ഞ മന്ദാരമേ. ഞാൻ ക്യാമറ ഓണാക്കി വെച്ചിട്ട് ഇവിടെ വന്നിട്ട് എന്തൊക്കെയോ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും ഞങ്ങളുടെ നാട്ടിൽ അതായത് ഒരുപാട് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ ആണിത്. അതായത് എൻ്റെ വീടിൻ്റെ അടുത്താണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നല്ലൊരു മല, പിന്നെ ഇവിടെയാണ് ഞാനിപ്പോഴും നമ്മുടെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു ഏരിയ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല കാറ്റും ഒക്കെ ആയിട്ട് നല്ല റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ വന്നപ്പോഴത്തേന് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോഴത്തേന് ശരിക്കും വല്ലാത്തൊരു നൊസ്റ്റാൾജിയാണ്. ഒരിക്കലെങ്കിലും അങ്ങനെ ഒരു മൊമെൻറ്റ് തിരിച്ച് കിട്ടിയാലോ എന്ന് ഇങ്ങനെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഇപ്പം ഇങ്ങനെ വന്നു. അപ്പോൾ അത് എല്ലാം കൂടെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു എപ്പിസോഡ് തീരത്തില്ല. അപ്പോൾ അതിന് ഇനി വഴിയെ ഞാനത് ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും ഇതൊരു മെയിൻ റോഡാണ് കേട്ടോ. അപ്പോൾ ഈ റോഡിൽ വന്നിട്ടാണ് ശരിക്കും ഞാൻ വീഡിയോസ് വരെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ കിട്ടിയപ്പോഴത്തേന് ആ പാട്ടും പാടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഇവിടെ നിന്ന് ഞാൻ വീഡിയോ എടുത്തു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മോളിൽ പ്രാഷൻ ബൂട്ടില്ലേ, അപ്പോൾ പ്രാഷൻ ബൂട്ടിൻ്റെ കൃഷി നടത്തുന്നുണ്ട്. അത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരുമല്ല, ബംഗാളികളാണ് പണി ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഭയങ്കര ബഹളവും സൗണ്ടൊക്കെ ഉണ്ട്, നിങ്ങളത് ക്ഷമിച്ചേക്കാം. പിന്നെ ഇടയ്ക്ക് ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ, കാറ്റ് കിട്ടുന്ന ഏരിയ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിരി എന്തെങ്കിലും കാറ്റൊക്കെ വരുന്ന വൂന്ന് സൗണ്ടൊക്കെ അടിക്കുകയാണെങ്കിൽ സകൃതകരായ നിങ്ങളെവരും നിങ്ങൾ സദയം ക്ഷമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മേളിൽ ചേട്ടനുണ്ടല്ലോ, ചേട്ടൻ വന്നിട്ട് നോക്കിയിരിക്കുക, ഇവൻ എന്താ ഒറ്റയ്ക്കിരുന്ന് കാര്യം പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ ഇവിടെ ഫ്രണ്ടിൽ ക്യാമറ ഇരിക്കുന്നതൊന്നും പുള്ളിക്കാരൻ കണ്ടില്ല. പുള്ളിക്കാരൻ ഇവനെന്താ വട്ടാ ശരിക്കും ഇങ്ങനെ നോക്കിയിരിക്കുക എന്നെ തന്നെ. ഞാൻ അവസാനം പറഞ്ഞു, ചേട്ടാ ഞാൻ വീഡിയോ എടുക്കുക. ഞാൻ അങ്ങോട്ട് പറഞ്ഞു, ചേട്ടാ ഞാൻ വീഡിയോ എടുക്കുകയാണ്. പുള്ളിക്കാരൻ ഓക്കെ. അപ്പോൾ അല്ല, ആർക്കാർക്ക് അല്ല, നമ്മൾ വ്ളോഗേഴ്സിനായാലും നമ്മുടെ ഉള്ളിൽ ചെറിയൊരു വട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഈ നട് റോഡിൽ വന്നിട്ട് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ, മെയിൻ വണ്ടിയൊക്കെ പോകുന്ന ഏരിയ. അപ്പോൾ മുകളിൽ നിന്ന് ബംഗാളികളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു തന്നെ, ഇവൻ എന്തിപ്പോൾ ഈ ചെയ്യുന്നതെന്നൊക്കെ. എല്ലാ ചേട്ടന്മാരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വീഡിയോ എടുക്കുകയാണ്, ഇനി ഇങ്ങോട്ട് നോക്കണ്ടെന്ന് എല്ലാവരോടും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്വസ്ഥമായിട്ട് പാട്ട് പാടാം അല്ലേ. അതായത് മനസ്സെനിക്ക് വല്ലാതെ റിലാക്സ് ആവും. റിലാക്സ് ആവണമെങ്കിൽ നമ്മൾ പാട്ടൊക്കെ പാടി ഒന്ന് സെറ്റാവണം. അപ്പോൾ ഇന്നലെ ഞാൻ സെറ്റാക്കി വെച്ച പാട്ടാട്ടോ. അപ്പോൾ ഈ എപ്പിസോഡിൽ നമുക്കിത് പോട്ടെ, കാരണം മനസ്സൊന്ന് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അങ്ങനെ അങ്ങ് പോകാം അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ പാട്ടൊക്കെ കേൾക്കുക കേട്ടോ. എൻ്റെ പാട്ടല്ല, നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ടോ കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഈ പാട്ട് പാടാൻ തോന്നി, അപ്പം ഞാനങ്ങ് പാടുകയാണ്. നമുക്ക് തുടങ്ങാം. ആയിരം കണ്ണുമാ കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി. തെന്നലും അകലേക്കിയു കുഞ്ഞു തുമ്പി തമ്പുരുമിട്ടിയു, ഉള്ളിലെ മാമയിൽ നീലപ്പീലികൾ വീശിയു. എൻ്റെ ഓർമ്മയിൽ പൂത്തു നിന്നൊരു മഞ്ഞ മന്ദാരമേ, എന്നിൽ നിന്നും പറന്നു പോയൊരു ജീവചൈതന്യമേ. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ?
ഇവിടെ വന്ന് നിന്നപ്പോഴത്തേന്, അതായത് പഴയ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്ത് വന്നപ്പോഴത്തേന് എന്നാൽ ഈ പാട്ടൂടെ പാടി ഈ എപ്പിസോഡ് നമുക്ക് ഇങ്ങനെ ഒരു എന്താണ് നൊസ്റ്റാൾജിക് വ്ളോഗ് ആക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചു. അങ്ങനെയാണ് ഇവിടെ വന്നിരുന്നപ്പോഴത്തേന് ഞാൻ ഈ പാട്ടും ഇങ്ങനൊരു വീഡിയോയും ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ആ പാട്ടും ഈ വീഡിയോയും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ മറക്കരുത്, സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് നോക്കുവാണെങ്കിൽ ഞാൻ ഇടുന്ന അടിപൊളി കിഡുമാസ് വ്ളോഗൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൂളായിട്ടൊരു വ്ളോഗാണ്. ചേട്ടാ വീഡിയോ എടുക്കാം. ശരി. ഇപ്പോൾ വീടാണ്.